മുഖ്യമന്ത്രിയുമായി ഇത്ര അടുപ്പമുള്ള മെത്രന്മാരാരൊക്കെയാണ്? ഇപ്പോഴുള്ളവരുണ്ടോ? ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാം. ഈ മുഖ്യമന്ത്രിയാണ് മെത്രാനാകാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സഭാധ്യക്ഷൻ തന്നെയാണ്. ആലഞ്ചേരി പിതാവ് മാത്രമാണോ ഉത്തരവാദി, അതോ അദ്ദേഹത്തെ ഒപ്പമുള്ളവരിൽ നിന്ന് പറ്റിച്ചതാണോ? അദ്ദേഹത്തിനെ പറ്റിക്കാൻ പറ്റിയൊരു പാവപ്പത്താനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. തെറ്റേറ്റ് പറയുന്ന ഒരു പാരമ്പര്യവും സഭയ്ക്കുണ്ട്. സീറോ മലബാർ സഭയിൽ അടുത്ത കാലത്ത് ഉണ്ടായ വിവാദങ്ങൾ നോക്കിയാൽ അതൊരു കർദിനാളിനെ സംബന്ധിച്ചിടത്താണ്, അതൊരു ബിഷപ്പിനെ സംബന്ധിച്ചാണ്, ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, സഭ സ്ത്രീയാണ്, പുരുഷനല്ല. സ്ത്രീകളെ ആദരിക്കേണ്ടത് സഭയുടെ മൗലിക കടമയാണ്. അതുപോലും കേരളത്തിലെ പിതാക്കന്മാർ വേണ്ട വിധം ശ്രദ്ധിച്ചു എന്നെനിക്ക് തോന്നിയിട്ടില്ല. പുരുഷാധിപത്യത്തിൻ്റെ സഭയാണ് ഇന്നും കേരള സഭ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആത്മകഥയിൽ വളരെ രസകരമായൊരു പരാമർശം കണ്ടു. വിധേയത്തിൽ പിതാവ്, വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വിന് അച്ഛനൊരു കാരണക്കാരനായി. മാർക്സിസ്റ്റുകൾ പോലും തെറ്റിദ്ധരിച്ചു എന്ന് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. ജോർജ് സ്റ്റെയ്നർ സാഹിത്യത്തിലും ചിന്തയിലുള്ള അറിയപ്പെടുന്ന ലോകത്തെ പ്രസിദ്ധനായ യഹൂദനാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ നിർവചിച്ചത് 3 യഹൂദരാണ് എന്നാണ്: മോസസ്, ജീസസ്, മാർക്സ്. 15 വർഷത്തോളം സിറോ മലബാർ സഭയുടെ വക്താവായിരുന്ന ഒരാൾ, ഫാദർ പോൾ തേലക്കാട്ട്, അദ്ദേഹം 75 വയസ്സായതിനെ തുടർന്ന് വിരമിക്കുകയാണ്. അതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറങ്ങും. ഇതിനോടകം അതിലെ കുറച്ച് വിവരങ്ങൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നു. ദൈവശാസ്ത്ര ചിന്തകളെപ്പോലും തത്വശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്ന അറിവിൻ്റെ ഒരു താപസനായി അറിയപ്പെടുന്ന ആളാണ് ശ്രീ പോൾ തേലക്കാട്ട്. കടന്നുപോയ അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിനെക്കുറിച്ചും സഭ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. സ്വാഗതം ശ്രീ പോൾ തേലക്കാട്ട്. താങ്കൾ ദീർഘകാലം ഈ സിറോ മലബാർ സഭയുടെ വക്താവായിരുന്നു. പിന്നീട് അതിനുശേഷം പത്രപ്രവർത്തനം ചെയ്യുന്നു. അപ്പോൾ ഈ കാലയളവിൽ ആഗോള കത്തോലിക് സഭ മൊത്തമായി പല വിവാദങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ വിദേശത്തൊക്കെ പള്ളികളിൽ ആളുകൾ വരുന്നില്ല എന്ന് പോലും ഉള്ള പരാതികളും പരിഭവങ്ങളും കേൾക്കാറുണ്ട്. ഇത്തരം വിവാദങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ജോസഫ് മാത്യു എന്നോട് പറഞ്ഞത് സഭയിലകത്തുള്ള ഉതപ്പുകളെക്കുറിച്ചാണ്. സഭ എല്ലാ കാലത്തും ഉതപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. യുദാസൻ ചുറ്റിക്കൊടുക്കൽ മുതൽ ഇന്ന് വരെ അതുപോലുള്ള ഉതപ്പുകൾ ഉണ്ടാകും. എന്താണ് ഉതപ്പുകളുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭയിലുള്ള വൈദികർ, മെത്രാന്മാർ, കന്യാസ്ത്രീകൾ, അച്ഛന്മാരൊക്കെ ഒരു മിനിമം മൊറാലിറ്റി പാലിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് ജനങ്ങൾ. മോറൽ ലൈഫിൽ ധാർമ്മിക അധികാരത്തിൽ വരുന്ന വീഴ്ചകളാണ് വലിയ വിവാദങ്ങളും ഒക്കെയായി മാറുന്നത്. അതൊരു പരാജയമാണ്. ആ പരാജയം സഭയുടെ ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. അഗസ്റ്റിൻ ഒരു അവിഹിത ഗർഭം പോലെ ഉണ്ടാക്കിയ ആളാണ്. അയാളുടെ കഥയാണ് ഞാൻ കുമ്പസാരിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. തെറ്റേറ്റു പറയുന്ന ഒരു പാരമ്പര്യവും സഭയ്ക്കുണ്ട്. ഈ തെറ്റ് സമ്മതിക്കാനും ഏറ്റുപറയാനുള്ള മനസ്സുള്ളിടത്ത് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. അത് പറയാൻ സന്നദ്ധമല്ലാത്തടത്താണ് പ്രതിസന്ധികൾ ഉടലെടുക്കുന്നത്. സിറോ മലബാർ സഭയിൽ അടുത്ത കാലത്ത് ഉണ്ടായ വിവാദങ്ങൾ നോക്കിയാൽ അതൊരു കർദിനാളിനെ സംബന്ധിച്ചിടത്താണ്, അതൊരു ബിഷപ്പിനെ സംബന്ധിച്ചാണ്, ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. അതൊക്കെ വലിയ ക്ഷോഭത്തോടുകൂടിയും വലിയ വൈകാരികമായ പ്രതിസന്ധിയിലുമാണ് കേരളത്തെ ജനങ്ങളേറ്റത്. അതുണ്ടാക്കിയ പ്രകമ്പനങ്ങൾ വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള വിവാദങ്ങളിലെല്ലാം സഭ പാലിക്കേണ്ട ഒരു നിഷ്ഠയുണ്ട്. സത്യവും ധർമ്മവും നീതിയും പാലിക്കുക എന്നുള്ളത് സഭയുടെ മൗലികമായ ബാധ്യതയാണ്. അതിൽ കാലതാമസം വരിക, കോട്ടം വരിക, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതിനേക്കാൾ വലിയ വിവാദങ്ങളാണ്. കഷ്ടകാലത്തിന് ഈ അടുത്ത കാലങ്ങളിൽ വർഷങ്ങളിലെല്ലാം അത്തരം ദുരന്തങ്ങൾ സഭയിൽ നിരന്തരം നടന്നു എന്നുള്ളത് വളരെ വേദനയോടെ പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം. നമുക്കൊക്കെ പരാജയങ്ങൾ ആർക്കും പറ്റാം. പരാജയങ്ങളാണെന്ന് ഏറ്റുപറയുന്ന വിശുദ്ധമായ മനോഭാവം ഉണ്ടാക്കിയ പിതാമഹന്മാരുടെ പാരമ്പര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ആ പാരമ്പര്യത്തിന് കേടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ സംഗതി. ഇത്തരം വിവാദങ്ങൾ ഈ ദൈവവിളിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടു, പുതിയതായി കന്യാസ്ത്രീകളായി വരാൻ പെൺകുട്ടികൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരം വിവാദങ്ങളും പ്രശ്നങ്ങളും ഈ ദൈവവിളിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ചാവറയച്ചൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ 150 വർഷം പിന്നോട്ട് നോക്കിയാൽ ഒരൊറ്റ കന്യാസ്ത്രീ പോലും സീറോ മലബാർ സഭയിലോ കേരളത്തിലോ ഉണ്ടായിരുന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് കന്യാസ്ത്രീകളുടെ പൂന്തോട്ടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരച്ഛനുണ്ടെങ്കിൽ 6 കന്യാസ്ത്രീ വെച്ച് കേരളത്തിലുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് അത് കീഴോട്ട് പോവുകയാണ്. കന്യാസ്ത്രീകളുടെ കോൺഗ്രിഗേഷൻ, ഞാൻ പലതിലും വലിയ കോൺഗ്രിഗേഷൻസ് ഇവിടെയുണ്ട്, അവരൊക്കെ പ്രായാധിക്യത്താൽ നരച്ച ആളുകളായി മാറുകയാണ്. ചെറുപ്പക്കാരുടെ കടന്നുവരവ് കുറയുന്നു. ആ കുറയുന്നതിന് വലിയ കാരണങ്ങളുണ്ടാകാം. കന്യാസ്ത്രീകളോട് ഇടപെട്ട വിധങ്ങൾ, കന്യാസ്ത്രീയെ ആദരിച്ച വിധം, അവരെ അംഗീകരിച്ച വിധം, അതെല്ലാം ഉണ്ടാക്കിയ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകുന്നുണ്ട്. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിരന്തര പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം, കന്യാസ്ത്രീകൾ വലിയ കോളേജുകൾ തുടങ്ങി, സ്കൂളുകൾ തുടങ്ങി, വലിയ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വലിയ വിവാദങ്ങളോ സ്കാൻഡൽസോ ഉണ്ടായിട്ടില്ല. കന്യാസ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ മിടുക്കികളായി സ്ഥാപനങ്ങൾ നടത്താനും സ്വന്തം കാര്യങ്ങൾ മനോഹരമായി നടത്താനും കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ വിധത്തിൽ കന്യാസ്ത്രീകളെ ആദരിച്ചു എന്ന് പറയാൻ ഞാൻ ആളല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, സഭ സ്ത്രീയാണ്, പുരുഷനല്ല. സ്ത്രീകളെ ആദരിക്കേണ്ടത് സഭയുടെ മൗലിക കടമയാണ്. അതുപോലും കേരളത്തിലെ പിതാക്കന്മാർ വേണ്ട വിധം ശ്രദ്ധിച്ചു എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇവിടുത്തെ സ്ത്രീകൾ ആദരിക്കപ്പെടേണ്ടതല്ലേ? അവരെയും ചില സഭയുടെ വേദികളിൽ പ്രതിഷ്ഠ കൊടുക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതല്ലേ? അത് ചെയ്യാതിരിക്കുകയും അവരെ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുകയും ചെയ്തത് സഭയ്ക്കും ദൈവവിളികൾക്കും അനുചിതമായി മാറും. അത് ഉപകാരപ്രദമാകില്ല, ദോഷകരമായി മാറും. അതിൻ്റെ സകർവ ലക്ഷണങ്ങളും കേരളത്തിലെ സഭ കാണിക്കുന്നു എന്നതാണ് നാളെയുടെ കന്യാസ്ത്രീയുടെ ഭാവി നല്ലതല്ല എന്ന് ഞാൻ പറയാൻ കാരണം. പുരുഷാധിപത്യത്തിൻ്റെ സഭയാണ് ഇന്നും കേരള സഭ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരള സഭകളെ മാത്രം ഉദ്ദേശിച്ചാണോ അതോ ആഗോള കത്തോലിക്ക സഭ? ആഗോള സഭയിൽ യൂറോപ്പിൽ അങ്ങനെയായിരുന്നു. ഞാൻ ലുവൈൻ യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. പ്രഖ്യാതമായ ലുവൈൻ യൂണിവേഴ്സിറ്റി ബെൽജിയത്താണ്, കത്തോലിക്ക രാജ്യമാണ്. ഞാനവിടെ പഠിക്കുമ്പോൾ അവിടെ തിയോളജി ഫാക്കൽറ്റിയിലും ഫിലോസഫി ഫാക്കൽറ്റിയിലും അച്ഛന്മാരുണ്ട്, അൽമായരുണ്ട്. പക്ഷേ ഒരു കന്യാസ്ത്രീ ഇല്ല, ഒരു സ്ത്രീയുമില്ല. പഠിക്കാൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും വരുന്ന കന്യാസ്ത്രീകളുണ്ട്. പക്ഷേ യൂറോപ്പിലെ ബെൽജിയത്തെ കന്യാസ്ത്രീകൾ തീരെ ഇല്ല. അതൊരു നല്ല ലക്ഷണമല്ല എന്നെനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. അത് തിരുത്താനുള്ള ശ്രമങ്ങൾ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് തിരുത്താനുള്ള സമീപനങ്ങൾ ഇവിടെയും ഉണ്ടാകണം. നല്ല കാലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കേരളത്തിലെ സഭയെയും രാഷ്ട്രീയ മണ്ഡലത്തെയും ആകെ ഉലച്ച ഒരു വിവാദമായിരുന്നു അഭയയുടെ മരണം. താങ്കളുടെ ആത്മകഥയിൽ അഭയയുടെ മരണം ഒരു ആത്മഹത്യയാണ് എന്നൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ എന്താണ് കാരണം? ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറൊന്നുമല്ല. എനിക്ക് ആളുകൾ പറയുന്നതും അന്വേഷിച്ചവർ പറയുന്ന കണ്ടെത്തലുകളുമാണ് പറയാൻ കഴിയുള്ളൂ. ഞാൻ കോട്ടയത്ത് 2 പ്രാവശ്യം വൈദികരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അവിടെ 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കേസ് ഇത്രമാത്രം വലുതായി കൊട്ടിഘോഷിച്ചതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നത്. ഒരു കന്യാസ്ത്രീ ദുരൂഹമായ സാഹചര്യം മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എന്തുകൊണ്ട് മരിച്ചു എന്ന് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. 2 അന്വേഷണവും തൃപ്തികരമല്ല എന്ന് ജനങ്ങളും ആളുകളും പറഞ്ഞു. CBI അന്വേഷിച്ചു. ആ CBIയുടെ അന്വേഷണത്തെ നമ്മൾ പരിശോധിച്ചാൽ 8 സംഘങ്ങളെങ്കിലും അന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ആദ്യ സംഘം പറഞ്ഞത് ഇത് ആത്മഹത്യയാണോ ഹോമിസൈഡാണെന്നോ
വ്യക്തമാകില്ല. പിന്നെ പറയുന്നു, അടുത്ത സംഘം പറയുന്നു ഹോമിസൈഡാണെന്ന് തോന്നുന്നു, പക്ഷേ പ്രതികളെക്കുറിച്ച് ഒരു രൂപമില്ല, പ്രതികളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം നമുക്കെല്ലാവർക്കും അറിയാം ത്യാഗരാജൻ്റെ അദ്ദേഹത്തെ പുറത്താക്കണമെന്നും പറഞ്ഞ് അതുപോലെ തന്നെ അതിനകത്തൊരു വർഗീസ് പോൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്, ത്യാഗരാജൻ പറയുന്നത് ആത്മഹത്യയാണെന്ന്, മറ്റേ അവർ പറഞ്ഞ അതിനങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇത് കൊലപാതകമാണെന്ന് ഒരു ഗ്രൂപ്പ് ഒരു സംഘം പറഞ്ഞു കഴിയുമ്പോഴാണ് കോടതി പറഞ്ഞത് കൊലപാതകമെങ്കിൽ പ്രതികളെ ഹാജരാക്കാൻ പറഞ്ഞത്. എപ്പോഴേക്കും വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആ സമയത്താണ് ആളുകളെല്ലാം അച്ഛന്മാർ രണ്ടുപേരാണ് എന്ന് പറയുന്നത്, അവർ അറസ്റ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് ഹൈക്കോടതി നടന്ന നാടകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ജസ്റ്റിസ് രമ അവർക്ക് ജാമ്യം കൊടുക്കാനാണ് തീരുമാനിച്ചത്. രമ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കേസ് ഡയറി നോക്കിയല്ല കേസ് നടത്തുന്നത്, ആളുകൾ പറയുന്നത് കേട്ടാണ് കേസ് നടത്തുന്നത്. രമയുണ്ടായി. അപ്പോൾ ജഡ്ജിമാർ തമ്മിൽ ഏറ്റുമുട്ടലായി അവിടെ. ഇതെല്ലാം കാണിക്കുന്നത് എന്തോ പെശക ഇതിനകത്തുണ്ടെന്നാണ്. ഈ കേസിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയ കാര്യം, ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഒരു തെളിവുമില്ലാതെ ആളുകൾ പറയുന്നതിൻ്റെ പിന്നാലെ CBIയും പോയില്ലേ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംശയിക്കുന്നത്. ഈ അച്ഛന്മാർ രണ്ടുപേരും ഞാൻ അറിയുന്നതാണ് പേഴ്സണലായിട്ട്. അവരിതൊക്കെ ചെയ്യുന്നു ഞാൻ കരുതില്ല, അതുകൊണ്ട് ഞാൻ കരുതുന്നില്ല എന്നുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്ക് തെളിവൊന്നുമല്ല. പക്ഷേ ഈ കേസ് ഇത്രമാത്രം വ്യാപകമായി ആ സമൂഹത്തിൽ തന്നെ ഇത്ര പ്രശ്നമാകാൻ കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ അന്നത്തെ ബിഷപ്പിനോടുള്ള ചിലരുടെ വിരോധവും ചില അച്ഛന്മാരോടുള്ള വ്യക്തിപരമായ വൈരവും ഒക്കെ കാരണമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഏത് ബിഷപ്പാണ് ഉദ്ദേശിക്കുന്നത്? അത് കുന്നശ്ശേരി പിതാവിനോട് ഞാൻ പറയുന്നത്. പിതാവ് അത് വന്നപ്പോൾ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറയുന്നത് ഇതിനകത്ത് ആരെന്ത് ചെയ്തു എന്നെനിക്കൊന്നും പറയാൻ എനിക്കറിയില്ല. ആ മടക്കാരാണ് പോലീസിന് വിടണം, കയ്യിൽ CBIക്ക് വിടണമെന്ന് അപേക്ഷ കൊടുത്തത്. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ ദുരൂഹമായ ഞാൻ ഒരു സുപ്രീം കോടതി ജഡ്ജിയോട് ചോദിച്ചു, അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ആത്മഹത്യയാണ് അച്ഛാന്ന്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകുന്നതുകൊണ്ടാണ് എനിക്ക് ആ കേസിനെ കുറിച്ച് സംശയമുള്ളത്. ഇപ്പോൾ തന്നെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിന് യാതൊരു ബലമില്ലാത്ത കേസാണ്, അതേത് നേരം ഊരിപ്പോരും. അതുകൊണ്ട് ഇതൊരു പ്രഹസനമായി മാറിയില്ലേ എന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട്. ആത്മഹത്യയിൽ വളരെ രസകരമായ ഒരു പരാമർശം കണ്ടു. വിധേയത്തിൽ പിതാവ്, വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വിന് അച്ഛനൊരു കാരണക്കാരനായി എന്നൊരു സംസാരം അക്കാലത്തുണ്ടായിരുന്നു മെത്രാന്മാർക്കിടയിൽ. ബിഷപ്സ് പോലും ചില മെത്രാന്മാർ എന്നെ കുറിച്ച് മക്കട്ട് കയറിയിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ ചോദ്യം, വിധേയത്തിൽ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ? ആയിരുന്നില്ല. വിധേയത്തിൽ പിതാവിന് നന്നായിട്ട് അറിയുന്നവരാണ്. വിധേയത്തിൽ പിതാവിനെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിധേയത്തിൽ പിതാവിനെ ഇപ്പോൾ ഒരു സത്യസന്ധനായ മനുഷ്യൻ, ആർജവ പ്രകൃതിയുള്ളൊരു മനുഷ്യൻ, അതിൻ്റെ മുമ്പിൽ ഏഴായിരത്തി നിർത്താൻ എനിക്ക് യോഗ്യതയില്ല, ഈ പിതാക്കന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇടതുപക്ഷം ഒന്നും ആയിരുന്നില്ല, പക്ഷേ പാവങ്ങളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യനായിരുന്നു, പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യനായിരുന്നു, അങ്ങനെയുള്ള മനസ്സുള്ള മനുഷ്യനായിരുന്നു. ആ വിധത്തിൽ മാർക്സിനെ ഞാൻ ആദരിക്കുന്നവനാണ്. ഞാനൊരു മാർക്സിസ്റ്റല്ല, പക്ഷേ മാർക്സിൻ്റെ കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റുകൾ പോലും തെറ്റിദ്ധരിച്ചു എന്ന് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അതിനകത്ത് മാർക്സ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആത്മീയതയെ ചോദ്യം ചെയ്യാത്തൊരു മനുഷ്യനാണ് മാർക്സ്. മതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് മാർക്സിനെ നന്നായി മനസ്സിലാക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാർക്സ് യഹൂദ പാരമ്പര്യത്തിൽ വന്ന ആളാണ്. ജോർജ് സ്റ്റെയ്നർ പറയുന്നൊരു കാര്യമുണ്ട്. ജോർജ് സ്റ്റെയ്നർ സാഹിത്യത്തിലും ചിന്തയിലുള്ള അറിയപ്പെടുന്ന ലോകത്തെ പ്രസിദ്ധനായ യഹൂദനാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ നിർവചിച്ചത് 3 യഹൂദരാണ് എന്നാണ്: മോസസ്, ജീസസ്, മാർക്സ്. സ്റ്റെയ്നർ മാർക്സിസ്റ്റുകാരനല്ല, നല്ല ഒരു യഹൂദ ഭക്തനാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ കണ്ടെത്തുന്നതിൽ ഏറ്റവും വിജയിച്ചത് യഹൂദരാണെന്നാണ്, ഈ 3 യഹൂദരാണെന്ന്. ഞാനിത് പറയാൻ കാരണം മനുഷ്യനെക്കുറിച്ചുള്ള, മനുഷ്യൻ സഹനത്തെക്കുറിച്ചുള്ള, തൊഴിലാളികളെക്കുറിച്ചുള്ള ഗൗരവമായ പരിചിന്തകളും മാർക്സ് നടത്തിയിട്ടുണ്ട്. മതവിമർശനമുണ്ട്. ഇതൊക്കെ മതങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ് എന്ന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഞാൻ മാർക്സിസ്റ്റാകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആദിമ ക്രൈസ്തവ സഭയുടെ മുഖമുദ്രയാണ്. അനന്യാസിൻ്റെയും സഫീറയുടെയും കഥ
നടപടി പുസ്തകത്തിലുണ്ട്. ആളുകൾ സ്വകാര്യ സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ച് എല്ലാം പൊതു സ്വത്തായി ജീവിക്കുന്ന സമൂഹങ്ങൾ മെഡിറ്ററേനിയൻ തീരങ്ങളുണ്ടായിരുന്നു ക്രൈസ്തവ സഭയിൽ. അതിൻ്റെ ബാക്കിയാണ് സന്യാസ സമൂഹങ്ങൾ. കേരളത്തിലേക്ക് നോക്കുക നിങ്ങൾ, ആയിരക്കണക്കിന് കന്യാശ്രമഠങ്ങളുണ്ട് ഇവിടെ, സന്യാസ സമൂഹങ്ങൾ ഇവിടെയുണ്ട്, കോവേന്തകളുണ്ട്. എന്തെന്നാവാ? പോക്കറ്റ്സ് ഓഫ് കമ്മ്യൂണിസമാണ്. സ്വകാര്യ സ്വത്ത് നിഷേധമാണ് സന്യാസത്തിൻ്റെ വ്രതങ്ങളിലൊന്ന്. ഒറ്റയാൾക്കും സ്വകാര്യ സ്വത്തില്ല. കന്യാസികൾ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം ചെയ്യുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പൽമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സാധാരണ അടുക്കളയിൽ പണിയുന്ന കന്യാസികളുണ്ട്. എല്ലാവരും സഹോദരങ്ങളെപ്പോലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി എല്ലാവർക്കും 3 നേരം ആഹാരവും 5 നേരം ആഹാരവും കൊടുത്ത് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി മനോഹരമായി ജീവിക്കുന്ന സമൂഹങ്ങളാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിമിറ്റീവ് ക്രൈസ്തവ കമ്മ്യൂണിസം ഉള്ളത്. ആ കമ്മ്യൂണിസമാണെന്ന് ജീവിക്കുന്നത്. മറ്റേ കമ്മ്യൂണിസം പരാജയപ്പെടാനുള്ള കാരണം ഈ ബലപ്രയോഗമാണ്. അതുകൊണ്ട് ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്വകാര്യ സ്വത്ത്, പൗലോസ് തിമോത്തിയോസിന് എഴുതിയൊരു വാചകമുണ്ട്, ദ്രവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. ഇത് തന്നെ മാർക്സ് പറഞ്ഞത്. ഈ ദ്രവ്യാഗ്രഹം മൂക്കുന്ന പ്രശ്നങ്ങൾ സഭയിലുണ്ടാകുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം പറയുന്നത്, ഈ താങ്കളെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മെത്രാന്മാരിൽ ഇപ്പോൾ 3 മെത്രാന്മാർ നമ്മുടെ മുഖ്യമന്ത്രി, മാർക്സിസ്റ്റായ മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറാൻ പോലും സ്വാതന്ത്ര്യമുള്ളവരാണ് എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ആരാണ്? അതൊരു ഒരു മുട്ടായുക്തി പോലെ തോന്നും. പക്ഷേ എന്നെ കയറി ഒരാവശ്യമില്ലാതെ ഗൗരവമായ സ്ഥാനത്തിരിക്കുന്നവർ ഇതൊക്കെ ആരോടും ഉന്നയിക്കരുത്. ഉന്നയിക്കാൻ അതിന് അടിസ്ഥാനം വേണം. ഞാൻ വർക്കി പിതാവുമായിട്ട് ഒരു വിധത്തിലുള്ള എന്നെ ആവശ്യപ്പെടുന്ന ജോലിയല്ലാതെ ഞാൻ പിതാവിനെ കണ്ടൊരു കാര്യം സംസാരിക്കുക, വളരെ ചുരുക്കമായി മാത്രം അദ്ദേഹം വിളിച്ചാൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഒരിക്കലും അങ്ങനെ കാണാറില്ല. അങ്ങനെയുള്ളൊരു ഒരു ഒരു താപസൻ്റെ നിലയിൽ ഞാൻ ജീവിക്കുന്ന ആളാണ്. അതിന് എന്നെ കയറി മെക്കിട്ട് കയറേണ്ട കാര്യമില്ലായിരുന്നു. അത് ഞാൻ ആളുകളെ പറയുന്നതൊക്കെ യുക്തമല്ല. എനിക്ക് വ്യക്തികളൊന്നും ആ പ്രശ്നമല്ല. ഇതൊക്കെ സഭയുടെ നേതൃത്വത്തിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു പാർട്ടി അടിസ്ഥാനത്തിൽ ഈ സഭാജീവിതത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിധേയത്തിൽ പിതാവിനുണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ പേരിൽ അത് അതിൻ്റെ അതെ, അത് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ മെക്കിട്ട് കയറിയ സന്ദർഭങ്ങൾ അച്ഛന്മാർക്കൊക്കെ അറിയാം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർ തന്നെയാണ് പെസഹ വ്യാഴാഴ്ച ആലഞ്ചേരി പിതാവ് ബസിലിക്കൽ കുർബാനയിൽ ഇതാരെയും കണ്ടുള്ളതല്ലേ. അകത്തും പുറത്തും പോലീസായിരുന്നു. പള്ളിയുടെ അകത്ത് പോലീസിനെ കയറ്റിയാണ് കുർബാനയിലിത്. എന്തിനു വേണ്ടിയായിരുന്ന കുർബാന ഏറ്റവും വിശുദ്ധമായ കാര്യമല്ലേ. ഈ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും സംരക്ഷണയിലും ആധിപത്യത്തിലും ആയിരുന്നു അത് ചെയ്യേണ്ടത്. ഇതൊക്കെ പിതാക്കന്മാർ ചിന്തിക്കുന്ന നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. മുഖ്യമന്ത്രിയുമായി ഇത്ര അടുപ്പമുള്ള മെത്രാന്മാരാരൊക്കെയാണ് ഇപ്പോഴുള്ളവരുണ്ടോ? ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാം. ഈ മുഖ്യമന്ത്രിയാണ് മെത്രാനാകാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സഭാധ്യക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ മെത്രാൻ ആരാണ് എന്ന കാഴ്ചപ്പാട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊന്നും നല്ല ലക്ഷണങ്ങളല്ല എന്ന് എനിക്ക് പറയാനാവുള്ളൂ. വിരമിച്ച മെത്രാന്മാരുണ്ടോ കൂടെ ഈ പറയുന്ന? വിരമിച്ചവരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം. അങ്ങനെ വളരെ സ്വാധീനം ഇവർക്കൊക്കെ, അല്ലെങ്കിൽ ഈ പോലീസിൻ്റെ മേൽ ഇത്രമാത്രം അധികാരമൊന്നും അവർക്ക് വരില്ല. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. പോലീസും പട്ടാളവുമായിട്ട് സ്ഥിരം നടക്കുന്ന ആളുകൾ. അല്ല, ഒരു ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി പോലീസിനെ അയക്കുന്നതിനപ്പുറം ക്രമസമാധാനം പാലിക്കുക, കുർബാനയെല്ലാം അകത്തും പുറത്തുമൊക്കെ പോലീസിനെ വിന്യസിക്കുന്നത് ക്രമസമാധാനമൊന്നുമല്ല. പോലീസിനെ പള്ളി അകത്ത് കയറ്റിയിരുത്തി കുർബാന ചെല്ലാൻ ഞാൻ പോയില്ല. അത് മുഖ്യമന്ത്രിയുള്ള സ്വാധീനം കൊണ്ടാണെന്നാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്, കരുതുന്നത്. അത് ഞങ്ങൾക്കൊക്കെ അച്ഛന്മാർക്ക് ഇത്ര തീരെ ബോധമില്ലാത്തവരല്ല. ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്നതും അതിൻ്റെ അടിയിൽ കിടക്കുന്ന പിടികൊള്ളികളും അതിൻ്റെ ചരടുകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരുമാണ്. ഒരിക്കൽ താങ്കൾ അതിരൂപത വിട്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു നല്ല തീരുമാനിച്ചിരുന്നു എന്ന് ആത്മകഥ പറയുന്നുണ്ട്. ഇടയന്ത്രത്ത് പിതാവ് അത് സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അത് കാരണം എന്താണ് അങ്ങനെ തീരുമാനം? ഞാൻ ഇവിടെ ആലഞ്ചേരി പിതാവ് വന്നതിന് ശേഷം ഞാൻ ആലഞ്ചേരി പിതാവുമായി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അത് മുന്നോട്ട് നീങ്ങുമ്പോൾ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുക എളുപ്പമല്ല എന്ന് എനിക്ക് ബോധ്യമായി.
അപ്പോഴാണ് മാറി നിൽക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. അതിനാണ് ഞാൻ വഴി നോക്കിക്കൊണ്ടാണ് ഞാൻ സെബാസ്റ്റ്യൻ പിതാവിനോട് ചോദിച്ചത്, ഞങ്ങൾ പൊക്കോട്ടെ കുറച്ച് കാലത്തേക്കെന്ന് പോയി. അപ്പോൾ പറ്റില്ലാന്ന് പറഞ്ഞു. അത്രയുള്ളൂ അതിനകത്ത്. ഈ ആലഞ്ചേരി പിതാവുമായി വ്യക്തിപരമായി അകന്നത് ഏത് ഘട്ടത്തിലായിരിക്കാം, എവിടെ മുതലാണ്? അദ്ദേഹം വന്ന കാലം തുടങ്ങി ശക്തമായി പ്രജുഡിസ്ഡാണ് എന്നെനിക്ക് തോന്നി. അതെന്നോട് മറ്റുള്ളവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രജുഡീസ് എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി, എറണാകുളം അങ്ങനെ ഒരു... അതൊന്നും എനിക്കറിയില്ല. എന്നോട് പ്രത്യേകിച്ച് പ്രജുഡിസ്ഡായിട്ട് പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് മാത്രമല്ല, വേറെ ഈ രൂപതയില്ലാത്തവരുമായ വൈദികർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. താൻ സൂക്ഷിക്കണം എന്ന് പല പ്രാവശ്യം എനിക്ക് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്നോട് പറഞ്ഞത് അന്തരീക്ഷം നല്ലതല്ല എന്നാണ്. എന്താണ് എൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹവുമായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ ഉടക്കുണ്ടാക്കിയിട്ടില്ല, ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുമില്ല. ഭൂമി ഇടപാട് വിവാദം അതിന് ശേഷം വന്നതാണ്. പിന്നെ കുർബാന തർക്കം വന്നു. അപ്പോൾ ഈ സഭയുടെ ഒരു പൊതു അല്ലെങ്കിൽ ഔദ്യോഗികമെന്ന് പറയാവുന്ന കാഴ്ചപ്പാടിനെതിരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാഴ്ചപ്പാട്. അപ്പോൾ വൈദികർ പോലും തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വ്രതവാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതാണ് ഇത്തരം പ്രകടനങ്ങളെന്നാണ് ഔദ്യോഗിക പക്ഷം ആരോപിക്കുന്നത്. അത്തരം പരസ്യ പ്രതിഷേധങ്ങളെയും എങ്ങനെയാണ് അച്ഛൻ കാണുന്നത്? ജോസഫ് മാത്യു പറയുന്നത് വളരെ കറക്റ്റാണ്. ഞങ്ങളൊക്കെ മെത്രാന്മാരെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും മാമൂലുകളും ഒക്കെ പാലിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. 70 വയസ്സ് വരെ ഞാൻ ഒരു കാര്യവും നിഷേധിച്ചിട്ടില്ല, അനുസരിക്കാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങൾ എന്തുകൊണ്ട് എതിർത്തു എന്നാണ് ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞങ്ങൾ എതിർത്തു എന്നുള്ളത് ശരിയാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഭൂവിവാദമാണ്. അതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ആ ചോദ്യം ഉണ്ടായപ്പോൾ അതിനകത്ത് യാതൊരു ധാർമ്മികമായ കുഴപ്പവും ഇല്ല, അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എന്ന ഒരു മെത്രാപ്പൊലീത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ അതിരൂപതയിൽ നിന്നും ഭരണത്തിൽ നിന്നും മാറ്റിയത് എന്തുകൊണ്ടാണ്? 2, ഓറിയൻ്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്രി ഉണ്ട്, കൽപ്പനയുണ്ട്. റെസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ റിക്കവറി ഓഫ് ഫൈനാൻഷ്യൽ ലോസസ് എന്ന് കൽപ്പന ഇട്ടത് എന്തുകൊണ്ടാണ്? റെസ്റ്റിറ്റ്യൂട്ട് ഉത്തിരിപ്പുകേടാണ്. വേറെ ആൾ വസ്തു എടുത്ത് തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒക്ടോബർ 25, 2021 സോമരാജൻ്റെ വിധിയുണ്ട് ഹൈക്കോടതിയിൽ. ആ വിധി എന്താ പറയുന്നത്? ക്രിമിനൽ കോൺസ്പിറസി ഹാച്ച് വിത്ത് പർച്ചേസേഴ്സ് ഓഫ് പ്രോപ്പർട്ടി എന്നാണ് ജഡ്ജ്മെൻറ്റ്. കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ കേസിന് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതിനകത്ത് വിധി 17/3/2023 ആ വിധി കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റാണ്. ഇങ്ങനെ വിധി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിനഡിലെ മെത്രാന്മാർ അദ്ദേഹം ചെയ്തതിലൊന്നും ഒരു ധാർമ്മിക പെശകുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്? ഇതെനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ അച്ഛന്മാർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. 2ാമത്തെ പ്രശ്നം, ഒരു ആരാധനാക്രമ പരിഷ്കാരം കൊണ്ടുവരുന്നു. ആ പരിഷ്കാരം പരാജയപ്പെട്ട് നടപ്പിലാക്കാൻ കഴിയാതിരുന്ന് മാറ്റിവെച്ചൊരു കാര്യമാണ്. അതെന്തിനു കൊണ്ടുവന്നു? അത് കൊണ്ടുവന്നു അതിനെക്കുറിച്ചാണ്, അതാണ് ഞങ്ങൾ അനുസരണക്കേട് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അനുസരണക്കേട് തന്നെയായിരുന്നു അത്, കുഴപ്പമൊന്നുമില്ല. ഈ അനുസരണക്കേടിൻ്റെ പറയിൽ ചിന്തിക്കുമ്പോൾ 1900 പോളാറാമൻ്റെ 65 നടന്ന ഹുമാനെ വീത്ത് ഇറങ്ങി. ഹുമാനെ വീത്ത് ചാക്രിക ലേഖനമായിരുന്നു. മോറൽ കാര്യങ്ങൾ സഭയുടെ ഔദ്യോഗിക പ്രബോധന രേഖയാണത്. അതിൽ പറയുന്നത് എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനെതിരായിട്ടാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും മെത്രാൻ സമിതികൾ എതിർത്തത്. എന്തായിരുന്നു പ്രശ്നം? ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് ബർത്ത് കൺട്രോൾ, ജന്മനിരോധനത്തിൻ്റെ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് അധാർമികമാണ് എന്ന് വിധിച്ച ഒരു പാസ്റ്ററൽ ലെറ്റർ, ഇടയലേഖനം, ചാക്രിക ലേഖനമായിരുന്നു അത്. അതിന് മെത്രാന്മാരെ എതിർത്തത്.
അതിൻ്റെ പേരിൽ ഏത് മെത്രാനാണ് ശിക്ഷിച്ചത്? ഒരു മെത്രാനെ ശിക്ഷിച്ചിട്ടില്ല. ആ പ്രബോധനത്തെ മാറ്റിയോ? മാറ്റിയിട്ടില്ല. പിന്നീട് വന്ന മെത്രാന്മാർ അതിൻ്റെ ഭാഷ വളരെ മൃദുലമാക്കി. ഈ കഴിഞ്ഞ 2023 സ്വർഗ അനുരാഗികളുടെ കല്യാണത്തെ ബ്ലസ് ചെയ്യാമെന്ന് അനുഗ്രഹിക്കാമെന്ന് ആശീർവദിക്കാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. പോളണ്ടിലെയും ആഫ്രിക്കയിലെയും യുക്രൈനിലെയും മെത്രാന്മാർ ശക്തമായി എതിർത്തു. എതിർപ്പല്ലേ? അനുസരണക്കേടല്ലേ? ആരെങ്കിലും ശിക്ഷിച്ചോ? ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ 50 കൊല്ലം നടത്തിയ പാരമ്പര്യപ്രകാരം നടത്തിക്കൊണ്ടിരുന്ന കുർബാന അതും ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നാണ് അപേക്ഷ വെച്ചത്. അത് പറ്റില്ല എന്ന് കാർക്കശ്യത്തോടെ, ഞങ്ങളെ കേൾക്കാൻ പോലും സന്നദ്ധയില്ലാതെ, ഒരു വാക്ക് എന്താണ് ഇവരിങ്ങനെ പറയുന്നത് എന്ന് പോലും കേൾക്കാൻ സന്നദ്ധയില്ല. അത് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മാർപ്പാപ്പയുടെ കത്ത് മേടിക്കുന്നു. എന്തിനായിരുന്നു കത്ത്? ഈ സഭയ്ക്ക് അധികാരം കൊടുത്തതല്ലേ നിങ്ങളുടെ കാര്യം നിശ്ചയിക്കാൻ. അതിന് മാർപ്പാപ്പയുടെ കത്ത് ഈ തീരുമാനത്തിന് മുമ്പ് മേടിച്ചതിനാ? മാർപ്പാപ്പയുടെ അധികാരത്തോടെ അടിച്ചേൽപ്പിക്കാൻ. ഇതാണ് ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞത്. ക്ഷമിക്കണം, അങ്ങനൊരു അനുസരണക്കേട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അത് അനിവാര്യമായിരുന്നു. അത് മെത്രാന്മാർ മനസ്സിലാക്കണം. മെത്രാന്മാർ അനുസരിക്കാത്ത പാരമ്പര്യം ഇവിടെയുണ്ട്. ആ പാരമ്പര്യം കൂടി മനസ്സിലാക്കിയിട്ട് ഇത് മാപ്പാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. വൈദികർ പൊതുവെ പറയുന്ന ഒരു കാര്യം, മാർപ്പാപ്പയെ സ്വാധീനിച്ചാണ് ഇത്തരം തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലൗഡിൻ ഡിക്രികൾ പുറപ്പെടുവിക്കുന്നത് എന്നാണ്. മാർപ്പാപ്പയെ എങ്ങനെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണോ? മാർപ്പാപ്പയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നല്ല ഞങ്ങൾ മനസ്സിലാക്കിയത്. മാർപ്പാപ്പയ്ക്ക് കൊടുത്ത കത്തുകളുണ്ട്. അതെന്താണ് പറഞ്ഞിരുന്നത്? 4 കാര്യങ്ങൾ അതിൽ ഇവിടെ നിന്നുള്ള മെത്രാന്മാർ മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ പേരിലാണ് ഒരു വീഡിയോ സന്ദേശം എഴുത്ത് ഒക്കെ വന്നത്. മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞു അനുസരിക്കാൻ. എന്താ അതിനകത്ത് പറഞ്ഞത്? ജോസഫ് മാത്യു പറയാൻ പാടില്ലാത്ത കാര്യം. 1, എറണാകുളത്തെ അച്ഛന്മാർ അനുസരണമില്ലാത്ത പാരമ്പര്യം അവർക്കുണ്ടെന്നാണ്. ഞാനൊരു അടിക്കുറിപ്പ് പറയട്ടെ. 50 കൊല്ലം അച്ഛനായി ജീവിച്ചവനാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ ഒരിടത്തെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ഒരു പേറ്റൻറ്റ്, സ്ഥലം മാറ്റത്തിന് ഓർഡർ മെത്രാൻ കൊടുത്തിട്ട് പോകാത്ത ഒരു അച്ഛനെ ഇവിടെ കാണിച്ചു തരാമോ? എന്നെങ്കിലും. അനുസരണക്കേടിൻ്റെ കാര്യമല്ലേ പറയണേ? ഞങ്ങളുടെ പാരമ്പര്യമാണ് അനുസരണക്കേടെന്നാണ് പറയണത്. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രം. ഞങ്ങളുടെ കുറ്റം, രണ്ടാമത്തെ കുറ്റം, ഞങ്ങൾ കത്തോലിക്കേതര സഭകളുമായി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകാൻ തീരുമാനിച്ച ഒരു ചർച്ച നടത്തിയതാണ്. തെളിവുണ്ടോ? തെളിവില്ലാതെ നുണ പറയരുത്. 3ാമത് പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടുത്തെ തീവ്രവാദി സംഘം, ഞാൻ ഒരു മതത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് പറയുന്നത്, തീവ്രവാദ സംഘങ്ങളിൽ നിന്ന് കാശ് പറ്റിയാണ് ഈ സമരം നടത്തുന്നതാണ്. ഒരു വളരെ സൗമ്യമായി ഞാൻ പറയാം, നുണ പറയുമ്പോഴും എന്തെങ്കിലും അടിസ്ഥാനം വേണം. 4ാമത്തെ കാര്യം, ആലഞ്ചേരി പിതാവിനെതിരായി ഞങ്ങൾ വ്യാജമായി കെട്ടിച്ചമച്ച് കാര്യങ്ങൾ പറയുന്നു എന്നാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കെട്ടിച്ചമച്ചതാണോ ഇത്? ഈ ആലഞ്ചേരി പിതാവിനെ സ്ഥാനത്ത് നീക്കിയത് ഞങ്ങളാണോ? മാർപ്പാപ്പയല്ലേ? ഇതിനൊന്നും ഉത്തരവില്ല. ഞാനൊരു വളരെ വേദനയുള്ളൊരു കാര്യം, എൻ്റെ കയ്യിലിരിപ്പുണ്ട് KPMG റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്. റിപ്പോർട്ടിൽ പറയുന്നത്, അവർ മേജർ ആർച്ച് ബിഷപ്പിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അവരോട് പറയുന്നത്, സാജു വർഗീസിനെ അറിയോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം അതിന് പറയുന്ന ഉത്തരം, സാജു വർഗീസിനെ എനിക്കറിയാം, പക്ഷേ അദ്ദേഹവുമായിട്ട് എനിക്കിപ്പോൾ ഒരു ബന്ധമില്ല എന്നാണ്. എന്നിട്ട് ഇവർ പറയുന്നത് 4 മണിക്കൂറും 4 മണിക്കൂറിലധികം നേരം 72 ഫോൺ കോളിൽ അടുത്ത ദിവസങ്ങളിൽ വിളിച്ച കഥയാണ്. എന്തത് പറയുന്നത്? ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് KPMG റിപ്പോർട്ടുകാരോട് പോലും നുണ പറഞ്ഞു എന്നാണ് അവരെഴുതിയിരിക്കുന്നത്. ഇതൊന്നും ഒരു സഭാധ്യക്ഷനോ ഒരു പുരോഹിതനോ ഒരു സത്യസന്ധനായ ക്രൈസ്തവനോ യോജിച്ചതല്ല. ഈ ഭൂമി ഇടപാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ എറണാകുളം നഗരത്തിലെ 5 സ്ഥലത്തായിട്ട് ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലം വിൽക്കുന്നു.
അതിൽ ഒരു കോമണായിട്ട് സെൻറ്റിന് 9 ലക്ഷം രൂപയോളം എന്ന് നിശ്ചയിക്കുന്നു. അപ്പോൾ ആകെ 27 കോടിയോളം രൂപ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ പകുതി പോലും കിട്ടിയില്ല എന്നാണ് ഇന്നത്തെ ആരോപണങ്ങളും ഈ റിപ്പോർട്ടുകളൊക്കെ കാണുന്നത്. ഇതിന് ആലഞ്ചേരി പിതാവ് മാത്രമാണോ ഉത്തരവാദി, അതോ അദ്ദേഹത്തെ ഒപ്പമുള്ളവർ നിന്ന് പറ്റിച്ചതാണോ? അദ്ദേഹത്തിനെ പറ്റിക്കാൻ പറ്റിയൊരു പാവപ്പത്താനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. സാജു വർഗീസ് ഉദാഹരണമാണ്. ഈ രൂപതയിൽ ആരും അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. അദ്ദേഹത്തെ ഇടനിലക്കാരനായി കൊണ്ടുവന്നത് ആലഞ്ചേരി പിതാവ് തന്നെയാണ്. അദ്ദേഹം ആരാണ് എന്ന് പിതാവ് അറിഞ്ഞില്ലേ? അതാണ് പ്രശ്നം. ഇതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഗൗരവമായി ചർച്ച ചെയ്തത്. അവരാണ് ഈ നിഗമനങ്ങളെത്തിയത്. ആദ്യം നിഗമനങ്ങൾ എന്നോട് പറയുന്നത് വേദനാനിർഭരമായ കഥയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത്രയും സ്ഥലം വിൽക്കണമെങ്കിൽ പത്രത്തിലൊരു പരസ്യം കൊടുത്താൽ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ലേ? ഇങ്ങനൊരു ഇടനിലക്കാരനെ കൊണ്ടുവരേണ്ട ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ ആലോചനാ സമിതിയിലെ അംഗമാണ്. ഞങ്ങളെപ്പോലും വഞ്ചിച്ചു എന്ന് ദുഃഖത്തോടെ എനിക്ക് പറയേണ്ടി വരുന്നു. അതൊന്നും ഒരു സഭാധ്യക്ഷനിൽ നിന്നോ ഒരു ബിഷപ്പിൽ നിന്നോ ഒരു വൈദികനിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നാണ്. ഇതിനൊക്കെ ഉണ്ടാകും ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങളുണ്ട്. ഒരു മെത്രാൻ സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ അച്ഛന്മാരെന്ത് ചെയ്യില്ല? എന്ത് ചെയ്യില്ല? ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിസ്സാരമാണോ? ഇതിങ്ങനെയാണോ സഭ മുന്നോട്ട് പോകുന്നത്? സഭയെ നയിക്കേണ്ടത് ഇങ്ങനെയാണോ? അവിടെയാണ് യേശു ക്രിസ്തുവാണ് സഭയുടെ മാനദണ്ഡം. യേശുവിനെ മറക്കരുത്. മറന്നുകൊണ്ട് സഭ നയിക്കാൻ പോകരുത്. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് വിശ്വാസക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അതുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ വേദന. അതിൻ്റെ വേദനയാണ് സഭ അനുഭവിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം.